അല്ല അല്ല അതല്ല, അത് കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും കേട്ടോ. ആ, ശരി ശരി, അങ്ങനെ വന്നോളൂ, വന്നു. ശരി. സാറേ, ആ ഇത് മണ്ടോതിരി ആ ആ ഇരിക്ക്. നമ്മുടെ വാർഡിലാണ്, നമ്മുടെ വോട്ടറാണ്. ഓ ഓരോ ഭർത്താവ് ചെറുതായിട്ടൊന്ന് മരിച്ചുപോയി. ഏ ഭർത്താവ് മരിച്ചുപോയി. ഓ അപ്പൊ അതിന്റെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം അവർക്ക്. അതിന് വന്നാ ഓഹോ, അത് ശരി. സെക്രട്ടറിയാണ്. അല്ല, അതിന് ഇപ്പോ പ്രസിഡന്റിനെ ഒക്കെ ആയിട്ട് വന്ന എന്തിനാണ്? നേരിട്ട് വന്നാ പോരെ, ഞാൻ തരില്ലേ. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ സാറ് ഒന്ന് ശരിയായി കൊടുക്കി. ഓ, ഓ. ഞാനവിടെ മീറ്റിംഗിലാണ് ശരി. കേട്ടോ. ഞാനൊന്ന് ഡീൽ ചെയ്തിട്ട് പോയിട്ടോ, ശരിയായി തരുമോ? ഈ ഒന്ന് ഡീൽ ചെയ്യാം. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് കേട്ടോ, നമുക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. സാറേ, ഞാനിവിടെ കേറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 5 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അയ്യോ, എന്താണ് സാറേ, ഇവരെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അപേക്ഷ ഞങ്ങൾ അന്വേഷിക്കാൻ പോയി. ഓ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആശുപത്രി കിടന്നാണ് മരിച്ചതെന്ന് പറഞ്ഞു. ഓ അപ്പോൾ ആശുപത്രിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വ്യക്തമായിട്ട് എവിടെ വെച്ചാണ് മരിച്ചു എന്താണെന്നുള്ള ഒരു നമുക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. കേട്ടോ. എന്താ പേര്? മണ്ടോതിരി. ആ, മണ്ടോതിരി. എങ്ങനെയാ ഭർത്താവ് മരിച്ചത്? ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണ് സാറേ. ഓ ഒരു ദിവസം പണി കഴിഞ്ഞ് വീട്ടില് മുറ്റത്ത് ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു ചായ കൊണ്ടുവരാൻ. ഓ ഞാനാണെങ്കിൽ അപ്പം മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചായ കൊടുത്തില്ലെങ്കിൽ ആകെ ചീത്തയും ബഹളമായിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് പോയി ചായ വെച്ച്. ചായയും കണ്ട് പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ആളെ കാണാനില്ല. ഈശ്വര, ചായ ചോദിച്ച ആളിത് എവിടെ പോയിന്ന് ഓർത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ആകെ ഒരു ആന്തലായിരുന്നു. പിന്നെ അവിടെ നോക്കുമ്പോഴത്തേക്കും ദേ താഴെ വീണ് കിടക്കണ്. ഞാൻ കുറെ വിളിച്ചിട്ടൊന്നും എണീക്കണില്ല. അപ്പോ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പിടിച്ചെണീപ്പിക്കാനും പറ്റൂലല്ലോ. അപ്പോഴാണ് അതുവഴി ഒരു ഓട്ടോറിക്ഷ വന്നത്. അപ്പൊ പിന്നെ ആ ഓട്ടോക്കാരനും ഞാനും കൂടി ഓട്ടോയിൽ കയറ്റി എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ മതി എന്നായിരുന്നു. പോണ വഴി ഓട്ടോ ഒരു കട്ടറ് ചാടി. അപ്പൊ അയ്യോ അയ്യോ അങ്ങനെ അങ്ങനെ മാത്രം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല സാറേ. ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു കഴിഞ്ഞെന്ന്. ഇത് സാറ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ശരിയായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാതെ ഈ എങ്ങനെയാ സർട്ടിഫിക്കറ്റ് തരിക? എനിക്ക് വേറെ ഒന്നിനും വേണ്ടിയല്ല, എന്റെ കൊച്ചിന് പഠിക്കാൻ വേണ്ടിയാണ്. ഈ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊണ്ട് കൊടുത്ത അവന് ഫീസ് ഇളവ് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാനിവിടെ എത്ര നാളായിന്നറിയാമോ കയറി ഇറങ്ങി നടക്കണം. അത് നിങ്ങള് ഒരു കാര്യം ചെയ്യണം. അതായത് ഈ ഭർത്താവിനെ കാണുന്നില്ലെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. അപ്പോൾ ഇവര് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊത്തത്തില് നിങ്ങളുടെ വീട്ടിലും ആ പരിസരത്തൊക്കെ വന്ന് അന്വേഷണം നടത്തും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ വ്യക്തി മരിച്ചോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ആ ഒരു എവിഡൻസ് ആയിട്ട് ഇങ്ങോട്ട് പോന്നോളൂ, ഞാൻ സർട്ടിഫിക്കറ്റ് തരാം. അല്ല, അത് കൊള്ളാം സാറേ. അല്ലേ? അതെ. കാരണം എന്തെങ്കിലും നമുക്കൊരു തെളിവ് ഇല്ലാതെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് തരാൻ പറ്റില്ല. അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ ഞാൻ മനുഷ്യത്വപരമായിട്ട് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളോ മറ്റോ വല്ല അതിർത്തി തർക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഇവിടെ വന്ന് അന്വേഷിച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നാൽ എനിക്കായിരിക്കും പിന്നെ പ്രശ്നം. നമുക്ക് ലീഗലായിട്ട് എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമം വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ കേട്ടോ. ഞാൻ എന്തായാലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോവാൻ പോണില്ല. ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും നടക്കുമെന്ന് ഞാനും നോക്കട്ടെ. അയ്യോ, അല്ല സാർ, എനിക്ക് മനസ്സിലായി ഇവിടെ വന്നിട്ടൊന്നും ഒരു കാര്യവും നടക്കൂല. എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ സർവ്വ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് നീതി കിട്ടാൻ എന്തുകൊണ്ടും അർഹതയുണ്ട്. ആ നീതി നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ സുപ്രീം കോടതി വരെ പോകും. അവിടെ വരെയൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? പോണം, സുപ്രീം കോടതി വരെ പോണം. നിങ്ങളുടെ കിടപ്പാടം വിട്ടിട്ടാണെങ്കിലും ഞാൻ സുപ്രീം കോടതി വരെ പോകും. അതെന്തിനാ സാറേ? ഞാൻ LLB പാസ്സായി വക്കീലായതിനു ശേഷം സുപ്രീം കോടതി കാണുക എന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അല്ല, അതിന് പറ്റുന്ന കേസുകളൊന്നും ഇതുവരെ വന്നില്ല. ഇപ്പൊ അതുപോലെ കേസ് വന്നതാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഡൽഹി പോകണം. അപ്പോ നമുക്ക് ഈ കേസിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 5000 ഉറുപ്പ്യ വേണം. 5000 രൂപയെ? 5000 രൂപയാണ് എന്റെ ഫീസ്. സാർ, അത്രയൊന്നും ഉണ്ടാവില്ല. അതെയോ? എന്നാ പിന്നെ ഡൽഹിക്കൊക്കെ പോകണ്ടല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും, 2000 ഉറുപ്പ്യ. 2000 ഉറുപ്പ്യ സാറേ, ബുദ്ധിമുട്ടാണ്. 1500 മതി. സാറേ, എന്റെ 1000 ഉറുപ്പ്യ. 1000 ഉറുപ്പ്യ
അതുമില്ലേ? എന്താണ് കേരളപ്പിറവി ഇതിനായിട്ട് ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്, കേരളപ്പിറവിയാണ്. ഇപ്പോൾ വരുന്ന കേസുകളൊക്കെ ഒഴിവാക്കിയാലും ഒരു മോശമാണേ നമുക്ക്. അപ്പോൾ എന്താ 1000 രൂപ അല്ലേ? സാറേ ഞാനൊരു 500 രൂപ തരാം. 100 രൂപ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി പിന്നെ വക്കാലത്ത് ഇതൊക്കെ പാടെ കൂടി ഇപ്പം ജില്ലാ കോടതി വരെ കൂടി പോകണ്ടാവില്ല. എന്നാലും ഇപ്പം 5000 രൂപ എന്ന് പറയുമ്പോൾ 500 രൂപ ഞാൻ തരും സാറേ. അവനങ്ങനെ ആയിക്കോട്ടെ. എനിക്കൊരു ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ കോട്ടൊക്കെ ഇട്ടിട്ട് നേരെ പഞ്ചായത്ത് പോവാം. എന്നിട്ട് അവിടെയുള്ള ആളുകളെ ഒന്ന് പേടിപ്പിക്കാം. കിട്ടിയാൽ ഒരു 250 രൂപ കൂടി എനിക്ക് അധികം തരണം. എന്തിനാണ് സാറേ? നോക്ക്, കോട്ടൊക്കെ ഉണ്ട്, ഒരു ബെൽറ്റ് ഇല്ല. ഇത് ആകെ പഴകിയിട്ട് അതിൻ്റെ അതൊക്കെ പൊട്ടിപ്പോയതാണ്. ഒരു പുതിയ ലെതറിൻ്റെ ബെൽറ്റ് വാങ്ങണം. തരുമോ? തരുമോ? എന്നടിക്ക്, നമുക്ക് ബെൽറ്റ് വാങ്ങാം. അല്ല പഞ്ചായത്ത് പോവാം. ഇതൊക്കെ കെട്ടണേ. പ്രത്യേക സംവിധാനത്തിലാണ് കേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ സാറ്? കേരളത്തിന്റെ ഒരു ഭൂപടക്കം ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ കേക്കിന്റെ മുകളിൽ കേരളം നന്നായിട്ട് പണിതിട്ടുണ്ട്. പക്ഷെ ഈ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്നായിട്ട് പണിയണ്ടേ? മണം അതെങ്ങനെ സെക്രട്ടറി? നമ്മൾ കണ്ട് ഈ പഞ്ചായത്ത് കണ്ട് ഈ അറ്റത്ത് കിടക്കുന്ന ഈ പഞ്ചായത്തിലല്ലോ നമ്മളെല്ലാരും. ഈ കേരളം പിന്നെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുമല്ലോ. നമ്മൾ എവിടെ പോയി പണിയാനാ? അപ്പൊ സ്വന്തം പഞ്ചായത്ത് എവിടെയെന്ന് അറിയില്ല. എടോ, അത് കൊല്ലം ജില്ലയാ. അല്ല, നമുക്ക് അതൊന്നും സംസാരിക്കാം സാറേ. എന്നാ കേക്ക് മുറിക്കാലോ, എല്ലാരും എണീറ്റോളി. എറണാകുളത്ത് വെച്ച് മുറി. അല്ലല്ല, കാസർഗോഡ് തുടങ്ങട്ടെ മുറി. അല്ല, നിങ്ങൾക്ക് ഇത്രയും നാൾ ഈ കേരളം അങ്ങനെ കീറി മുറിച്ചിട്ട് മതിയായി. തമാശ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ കേരള, ഹാപ്പി ബർത്ത്ഡേ കേരള, ഹാപ്പി ബർത്ത്ഡേ കേരള. തിന്നാനൊക്കെ വരട്ടെ. ഞാൻ അഡ്വക്കേറ്റ് സത്യശീലൻ LLB. ഈ കോട്ടിട്ട് വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ സാധാരണ വേഷത്തിൽ വന്നാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ്. എന്നാ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതല്ല, അത് എന്റെ കക്ഷി മണ്ടോദരിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതുവരെയായും ഇവർക്ക് കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. അല്ല വക്കീലെ, അത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മണ്ടോദരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്താ തീരുമാനം എന്ന് പറഞ്ഞോട്ടാളി? ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. 5 വർഷമായിട്ട് നിങ്ങൾ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സുഹൃത്ത്, അതിന് കുറച്ച് നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ട. നിയമം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഐ ആം അഡ്വക്കേറ്റ് സത്യശീലൻ BA LLB. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് നിയമ തടസ്സമാണുള്ളത് പറയണം. ഇപ്പൊ പറയണം. വക്കീലെ, ഇവരുടെ ഭർത്താവ് എപ്പോ എവിടെ വെച്ച് ഏത് സാഹചര്യത്തിൽ എങ്ങനെ മരിച്ചു എന്നുള്ളതിന് ഒരു രേഖയും ഇല്ല. ഭർത്താവ് മരിക്കാൻ പോകുമ്പോ ഭാര്യയുടെ കയ്യിൽ രേഖകളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടല്ല മരിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് വക്കീല് പറഞ്ഞു നേരാ. എന്റെ ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും അഴി എണ്ണിക്കാൻ വേണ്ടിയാണ് 5000 രൂപ കൊടുത്ത് ഈ വക്കീലിനെ ഞാൻ നിങ്ങോട് കൊണ്ടുവന്നത്. അതെ 5 വർഷമായി ഈ പാവപ്പെട്ട വിധവയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അത് തടഞ്ഞു വെച്ചതിന് നിങ്ങൾ എന്തുമാത്രം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ സ്ത്രീയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് നിഷേധിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഇവരുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം, ഇവരുടെ വിധവാ പെൻഷൻ, ഭർത്താവിന്റെ ഇൻഷുറൻസ്, പിന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളുമാണ് നിങ്ങൾ നിഷേധിച്ചത്. നിങ്ങൾ മനഃപൂർവ്വം നിഷേധിച്ചത്. അത് എത്രമാത്രം വലിയ കുറ്റമാണ് നിങ്ങൾക്കറിയാമോ? ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കുറ്റം. എല്ലാത്തിനും ഞാൻ അഴിയെണ്ണിക്കും. ഞാനാണ് പറയുന്നത്, അഡ്വക്കേറ്റ് സത്യശീലൻ BA LLB. എന്റെ വക്കീലെ, ഇവരുടെ ഭർത്താവ് മരിച്ചത് ഓട്ടോറിക്ഷയിൽ വെച്ചാണ്. അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ മരിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാനായിട്ട് ഈ പ്രസിഡന്റ് മൊയ്തു അടക്കം ഇടപെട്ടിട്ടാണ് ബോഡി വീട്ടിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ മണ്ടോദരി മേഡം, എന്റെ ഭർത്താവിന്റെ ബോഡി കീറി മുറിക്കരുതെന്ന് എന്നോട് കരഞ്ഞ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞാൻ ആ ബോഡി വീട്ടിലേക്ക് എത്തിച്ചേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് അപ്പോഴത്തെ ആ സങ്കടത്തിൽ എന്താ പറഞ്ഞെന്ന് ഇങ്ങനെ യാതൊരു വിധ രേഖയില്ലാതെ ഞാൻ എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുക?
ഒരാൾ പ്ലെയിനിൽ ഇരുന്ന് മരിച്ചു എന്ന് നല്ല മരിച്ചു. നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലേ? ഞങ്ങൾ കൊടുക്കില്ല. ആ, എന്നാൽ കൊടുക്കാം. എങ്ങനെ? ഒരാൾ കപ്പലിലോ പ്ലെയിനിലോ ലോറിയിലോ ബസ്സിലോ കാറിലോ എന്തിന് ഓട്ടോറിക്ഷയിലോ വരെ ഇരുന്ന് മരിക്കട്ടെ, ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ സാക്ഷ്യപത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇത് പഞ്ചായത്തി രാജില് വളരെ വ്യക്തമായി വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങൾ അറിയില്ലെങ്കിൽ ഇതൊക്കെ വായിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ അന്ന് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന പൈലറ്റിന്റെ ഡ്രൈവറുടെ ഡ്രൈവറുടെ സാക്ഷ്യപത്രം ഇവിടെ ഹാജരാക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താണ്? ആ സാക്ഷ്യപത്രം ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാമല്ലോ. പ്രശ്നം സുഹൃത്തുക്കളെ, ചില ജനപ്രതിനിധികൾ ഇടപെട്ട് ഇതുപോലുള്ള പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാറുണ്ട്. പിന്നീട് അതേപറ്റി ആരും ഒന്നും പറയാറില്ല. ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് എന്റെ കക്ഷി മണ്ടോദരിയുടെ ഹസ്ബൻഡിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വണ്ടി നമ്പർ KL9 6064 വണ്ടിയുടെ ഡ്രൈവർ TK രതീഷ് കുമാറിന്റെ സാക്ഷ്യപത്രമാണിത്. ഇത് പ്രകാരം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാമല്ലോ. കൊടുക്കണം. ഈ കാര്യം ഇതിനു മുൻപ് മണ്ടോദരിയുടെ പറഞ്ഞാണല്ലോ. അപ്പൊ മണ്ടോദരി പറഞ്ഞു ആ ഡ്രൈവർ മരിച്ചുപോയി. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രസിഡന്റ്, നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ല, ഇനിയിപ്പോ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരുപാട് സമയം പോണ്ടാക്കി ഞാനൊരു എളുപ്പത്തിന് പറഞ്ഞതാണ്. പ്രസിഡന്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതുപോലെ പാവപ്പെട്ട ആളുകളുടെ ഒരു നിസ്സാര കാര്യം പോലും സാധിച്ചു കൊടുക്കാൻ കഴിവും പ്രാപ്തിയും ഇല്ലാത്ത നിങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ അടുത്ത ഇലക്ഷനിൽ ദയവ് ചെയ്ത് മത്സരിക്കരുത്. പ്ലീസ്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. എനിക്കൊരു സംശയമുണ്ട്. ഈ കേക്ക് പറ്റിച്ച് കാണുന്നത് മലപ്പുറമാണോ കോഴിക്കോടാണോ? ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.